നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റിയ വളരെ സിമ്പിളായിട്ട് കുറച്ച് ചിക്കനൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്കൊരു കറി തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ വെച്ചിട്ട് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കിനി പൊടികളായിട്ട് മല്ലിപ്പൊടി, ചിക്കൻ മസാല ഇല്ലാത്തവർ ഗരം മസാലപ്പൊടി ചേർത്താലും മതിയാവും. അതിനുശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുരുമുളക് പൊടി ഇഷ്ടമുള്ളവർക്ക് അതും കൂടെയൊക്കെ ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഒരുപാട് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊന്ന് ചൂടായി, ആ പൊടിയെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി ആ കളർ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ പേസ്റ്റോ കട്ട് ചെയ്തതോ ഒക്കെ ഏതാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പം ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊട്ടറ്റോയാണ്. അപ്പോൾ ഒരു പൊട്ടറ്റോ ഉണ്ടെങ്കിൽ അത്രയും മതിയാവും. അപ്പം അതിന് ശേഷം ഇതിലേക്ക് ഒരു തക്കാളി, നന്നായിട്ട് പഴുത്ത തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ കൂടിയിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ കയ്യിലുള്ള അത്രയും ചിക്കൻ ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് മതി, ഒരു 3-4 പീസോളം മതിയാവും. അപ്പം വളരെ കുറച്ച് ചിക്കനൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് മിച്ചം വരുവാണെങ്കിൽ ഇതിങ്ങനെ ഒരു കറി തയ്യാറാക്കിയാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാനായിട്ട് ഒരു നോൺ വെജ് കറിയും ആകും. അപ്പോൾ അതിൻ്റെ കൂടെ ഇതുപോലെ കുറച്ച് കിഴങ്ങൊക്കെ കൂടെ കട്ട് ചെയ്തിട്ടാൽ അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ടൊന്ന് യോജിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോൾ തേങ്ങാപ്പാലിന് 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നുമില്ല. നമുക്ക് എന്തോരം വെള്ളം ആവശ്യമാണോ അതനുസരിച്ചിട്ട് തേങ്ങാപ്പാൽ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് അരിച്ച് തരിയൊന്നും ഇല്ലാതെ തന്നെ ഇതുപോലെ ഞാൻ 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 2 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് സ്റ്റീമെല്ലാം പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും മല്ലിയില ഉണ്ടെങ്കിൽ അതുമൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ചപ്പാത്തി, അപ്പം, ഇടിയപ്പം, പുട്ട് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.